എത്താനുള്ള താമസമുണ്ട്. പിന്നെ ഭയങ്കരമായ കാറ്റ് ഇടയ്ക്ക് വരും. അതോടെ നമ്മുടെ പരിപാടി തീരും. കറങ്ങാന്നുള്ള ഒരു രക്ഷയേ ഉള്ളൂ. നിറച്ച് മുൾച്ചെടികൾ നിറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ കൃഷി ചെയ്യുന്നത്. മുൾച്ചെടികളൊക്കെ വെട്ടി മാറ്റി അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ കുറേ ദൂരം പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമം കാണാം. 10-20 വീട്. ഇതുപോലെ പാറക്കെട്ടുകളും പാറയാണ്. പാറയെല്ലാം പൊട്ടിച്ച് മാറ്റി കൃഷിക്കാർ കുറേശ്ശെ പണികൾ ചെയ്താണ് കൃഷിഭൂമി കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന കൃഷികൾ ചോളക്കൃഷി അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഓരോരുത്തരുടെ കൃഷികൾ കുരങ്ങന്മാർ ധാരാളമുള്ള സ്ഥലമാണ്. എല്ലായിടത്തും ഉണ്ട് കുരങ്ങന്മാർ. മലയുടെ മുകളിലും താഴെയൊക്കെ കുരങ്ങന്മാരുടെ ശല്യമാണ്. പാറക്കിടയിലാണ് ഇവർ രാത്രി കഴിച്ചു കൂടുന്നത്. പകലിറങ്ങി മൊത്തം തിന്ന് തീർത്ത് നശിപ്പിച്ച് കൈ തരും. കണ്ടിരുന്ന് ഗുരുഗുര വെക്കുന്നു. കുഞ്ഞിനെ ട്യൂൺ ചെയ്യുന്നതാണ്. കുഞ്ഞ് അവരുടെ കൂട്ടുകാരിയാണെന്ന് അവരുടെ വിചാരം. പിന്നെ ഇന്നലെ കണ്ട് ആടിൻ്റെ മേളിൽ കയറിയിരുന്ന ഒരു കുരങ്ങ് യാത്ര ചെയ്യുന്നു. ആട്ടുംകൂട്ടത്തിൻ്റെ ഇടയിൽ ഓടി കയറിയിട്ട് ഒരു ആടിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് അവൻ പോവുക. അങ്ങനത്തെ വലിയ കൗതുകകരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്തായതുകൊണ്ട് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. പെട്ടെന്ന് മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പോഴത്തെ വലിയൊരു കരിങ്കല്ല് നിറഞ്ഞ മലയുടെ അടിവാരത്തൂടെ ഞാൻ ഈ യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ മുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ മണ്ണുള്ളിടത്തൊക്കെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അത് ഈ കുരങ്ങന്മാരൊക്കെ തിന്നിട്ട് പോയി കാഷ്ടികളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഈ മരമൊക്കെ എല്ലാം മുകളിൽ കാണും കുരങ്ങന്മാർ. വൈകിട്ടാകുമ്പോഴത്തേനും അവരവിടെയാണ് സമ്മേളിക്കുന്നത്. ഏറ്റവും ഉയരമുള്ള മലയുടെ മുകളിൽ വലിയ ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പോലീസാണെന്ന് പറഞ്ഞു താടി വെക്കാതിരിക്കുന്നു. പോലീസ് താടി. ഇതൊരു ചെറിയ തടാകം. മഴക്കാലത്ത് ഇവിടുന്ന് വെള്ളം ഒഴിച്ചു വിടാനുള്ള ഡാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ തടാകമാണ്. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുക. അത് കഴിഞ്ഞ് വരുന്ന ഇവിടെ 3 മാസം മഴയുള്ളൂ. അത് കഴിയുമ്പം ആ വെള്ളം വെച്ചിട്ട് താഴെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുക. ഒരു ചെറിയ ഡാം. ഹലോ, നമസ്കാരം. ജോപ്പിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തേ നമ്മൾ കദ്രിയിൽ നിന്ന് നേരെ പുട്ടപർത്തിക്ക് പോകുന്ന വഴിയാണ്. പക്ഷേ ഇവിടെ വന്നപ്പം മഴ. ആദ്യമായിട്ടാണ് നമുക്കൊരു പെരുമഴ കിട്ടുന്നത്. ആന്ധ്രയിൽ കയറിയിട്ട് ഇത് കണ്ടോ മഴയാണ്. കറക്റ്റ് ടൈമിൽ ഇവിടെ വന്നപ്പം മഴ ചാറ്റാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്കൊരു ചെറിയ സംശയം തോന്നിയിട്ട് അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് മഴ പെയ്തു വരുന്നത് കാണാം. എൻ്റെ ആ ഭാഗത്ത്, ആ മലയുടെ ഭാഗത്തുനിന്ന്
ഉണ്ട്. ആ മലയുടെ ഭാഗത്തു നിന്ന് മഴ പെയ്ത് വരുന്നത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഹനുമാൻ ക്ഷേത്രത്തിലോട്ട് കയറിയതാണ്. കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഹെവി റെയിനായി. ചെയ്തുകൊണ്ടോ പോകാൻ പറ്റാത്ത പരുവത്തിലായി. അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങ് കൂടുവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആൾക്കാരൊക്കെ വരുമ്പം ചോദിച്ചിട്ട് ഇവിടെ ഒരു നല്ല ഷെഡുണ്ട്, പുതിയ ഷെഡാണ്. അപ്പോൾ കുഞ്ഞിനെയൊക്കെ മഴ പെയ്തപ്പോഴത്തേനും അവൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ബാക്കിയുള്ളവൻ ടെൻഷൻ അടിച്ച് കിടക്കുന്നുമുണ്ട്, കണ്ട് കിടക്കുന്നു. അപ്പം നമ്മൾ കസേരയൊക്കെ എടുത്ത് വെച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഉണ്ട്, ഇതൊരു മാന്തോപ്പാണ്, നല്ല അടിപൊളി മാന്തോപ്പ്. നല്ല നീളത്തിലുള്ള ഒരു മാന്തോപ്പ്. ഇതിൻ്റെ അപ്പുറത്തൊരു ഗ്രാമമാണ് കേട്ടോ, ആ ഗ്രാമത്തിൻ്റെ ക്ഷേത്രമാണിത്. അപ്പോൾ മിക്കവാറും ഇന്ന് വൈകിട്ട് ഇവിടെ കൂടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കൃഷിഭൂമിയൊക്കെ ഉണ്ട്, അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടതുണ്ട്, അതൊക്കെ വീടുകളാണ്. ഇത് മുഴുവൻ നിലക്കടലയുടെ കൃഷിയാണ്. പിന്നെ പുല്ല് കൃഷിയാണ് ഇവിടുത്തെ മെയിൻ. കാലി വളർത്തലാണ് മെയിൻ പരിപാടി. ഇവിടെ നല്ല മനോഹരമായ നിലക്കടല കൃഷിയുണ്ട്. അപ്പം പുതുമഴ, വേനൽ മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പോൾ കോഴിക്കോട് കേരളത്തിലൊക്കെ നല്ല മഴയായിരിക്കും, അതിൻ്റെ ഒരു വാങ്ങലാണ് ഈ കിട്ടുന്നത്. ഏതായാലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാന്തോപ്പിന് സമീപമാണ്. നല്ല സൂപ്പർ ഒരു മാന്തോപ്പ്. അപ്പോൾ ശരി, ഇന്ന് മിക്കവാറും ഇവിടെ തന്നെ കൂടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കദ്രിയിൽ നിന്ന് നമ്മൾ ഒരു 30 കിലോമീറ്റർ പോന്നു. നല്ല കാറ്റായിരുന്നുകൊണ്ട് പതിയാണ് പോകുന്നത്. പിന്നെ 1-2 റെസ്റ്റ് ചെയ്തു. കുറേ പേര് കാണാൻ വന്നു, അവരോടൊക്കെ സംസാരിച്ചു. അങ്ങനെയുള്ള യാത്രയായതുകൊണ്ടാണ് താമസിക്കുന്നത്. ഏതായാലും ഹനുമാൻ സ്വാമി ഇന്ന് രക്ഷിച്ചു, ഇവിടെ കൂടാൻ പറ്റി. മിക്കവാറും ഇന്ന് ഇവിടെ തന്നെ കൂടേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. വളരെ മനോഹരമായ കൃഷിഭൂമികളുടെ ഇടയിലൂടെയാണ് ഇന്നത്തെ യാത്ര. നിലക്കടല കൃഷിയാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 2 ദിവസമായിട്ട് കാണുന്നത് നിലക്കടല കൃഷിയാണ്. പക്ഷേ ഇത്രയും വൈഡായിട്ട് വലിയ ഏരിയയിൽ നിലക്കടല കൃഷി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. തെങ്ങും ചോളവും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശത്താണ് ഈ നിലക്കടല കൃഷി നടക്കുന്നത്. വളരെ വലിയ ഏരിയയിൽ ഇവിടെ ഈ പ്രദേശം മുഴുവൻ നിലക്കടല കൃഷിയാണ്. അതുകൊണ്ട് ആ സൈഡിലെല്ലാം നിലക്കടല പുതുതായിട്ട് വെക്കാനുള്ള പരിപാടികൾ നടക്കുകയാണ്. അതുപോലെ തന്നെ ചോളമുണ്ട്. ഉയരം കുറഞ്ഞ ഉയരം കൂടിയതുമായ ചോളങ്ങളൊക്കെ പല ടൈപ്പിലുള്ള ചോളമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴത്തെ ഇത് പൂക്കാറായ നിലക്കടലകളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ രാവിലെ തന്നെ നല്ല യാത്ര ആരംഭിക്കുകയാണ്. ഇത് പുട്ടപർത്തിയിലേക്കുള്ള റോഡാണിത്. ഇവിടെ അടുത്ത് തന്നെ നേരെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഷെഡുകളൊക്കെ കോഴിക്കൃഷിയുടെ ഷെഡുകളാണ്. അതാണ് കോഴി വളർത്തൽ നടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സമ്മതിക്കുമോ? റോഡ് ഇത് കോഴി വളർത്തൽ ഫാം. അത് ഇവിടെ സ്മെല്ലാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഓടിച്ചിട്ട് തല്ലിയല്ലേ നാട്ടുകാർ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. കൃഷിയാണ് പ്രധാനം. കൃഷിയില്ലെങ്കിൽ മനുഷ്യനില്ല എന്നുള്ള ഒരു ചിന്തയിലൂടെ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഈ മണമൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ നാട്ടിലാണത്തെ അവിടെ കോഴിക്കൂടും ഇവിടെ റോഡുമായിട്ട് സമ്മതിക്കുമോ? അന്നേരം വരികയല്ലേ ഊട്ടിക്കാൻ വേണ്ടി ആൾക്കാർ. ഇതാണ് കൃഷിക്കാരനോടുള്ള ഒരു ആത്മാർത്ഥതയുള്ള ഗവൺമെൻറ് ഉണ്ടെങ്കിൽ കൃഷികൾ എവിടെ വേണേലും നടത്താം. അതിനാരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നുള്ളതിനൊരു തെളിവാണ് ഈ കാണിക്കുന്നത്. ഇവിടെ നിലക്കടല കൃഷി തന്നെയാണ് കേട്ടോ. ഇത് നേരത്തെ മുൻപ് മറ്റ് കൃഷികൾ നടത്തിയിരുന്ന സ്ഥലമാണ്. അപ്പോഴത്തെ നിലക്കടല പാടങ്ങളാണ് മുഴുവൻ. ആ മുകളിലൂടെ ഒരു കനാല് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ശരി, ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. മനോഹരമായ ഈ കാഴ്ചകളാണ് നമുക്ക് ഇന്ന് നൽകാനുള്ളത്. ഇനി അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പം വിവിധങ്ങളായ കൃഷിരീതികൾ മാറും. ഓരോ പ്രദേശത്തിനും അനുസരിച്ചുള്ള കൃഷിയാണ്. തക്കാളി കൃഷിയായിരുന്നു ഇത്രയും നേരം, അത് കഴിഞ്ഞു. ഇപ്പോൾ നിലക്കടല കൃഷിയായി, ചോളക്കൃഷിയുണ്ട്. അപ്പോൾ ഓരോ ഭൂപ്രകൃതിക്ക് അനുസരിച്ചുള്ള കൃഷികളാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ അവലംബിക്കാവുന്നതേ ഉള്ളൂ. വേനൽക്കാലത്ത് നിലക്കടല കൃഷിയും ഒക്കെ നമ്മുടെ നാട്ടിൽ നടത്താം. പക്ഷേ നമ്മൾ അതിന് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം. സ്ഥലമുള്ളവരാണേലും ചുമ്മാ വെറുതെ സ്ഥലം ഇടുക, ആരെങ്കിലും പാട്ടത്തിന് ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ആളുകൾ വന്ന് ചോദിച്ചാൽ പുതിയ തലമുറ മുമ്പോട്ട് വന്ന് കൃഷി രീതിയിൽ ഇതുണ്ടെങ്കിൽ വെറുതെ സ്ഥലമിട്ടിരിക്കുന്നവർ അവരുടെ രീതിക്ക് കൃഷി ചെയ്യാനുള്ള അവസരം നൽകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. വഴിയിൽ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു തടാകം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ജലസ്രോതസ്സാണ് ഈ റൂട്ടിൽ. കദ്രിയിൽ നിന്ന് നമ്മൾ പുട്ടപർത്തിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വലിയ ജലസ്രോതസ്സ്.
ഇപ്പോൾ വറ്റിക്കിടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ നിൽക്കുന്ന ഭാഗം വരെ വെള്ളം കയറി വരുന്നതാണ്. പക്ഷേ ആ വെള്ളം ഇറങ്ങിപ്പോയ സ്ഥലങ്ങളിലൊക്കെ അവർ കടലക്കൃഷി നടത്തുന്നുണ്ട്. വിവിധങ്ങളായ കടലയാണ്. വെള്ളക്കടലയുണ്ട്, അല്ലാതെ നമ്മൾ വറക്കുന്ന കടലയുണ്ട്. അങ്ങനെ പലതരം കടലകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതുകൊണ്ട് ഈ മലനിരകളാണ് ഇവരുടെ കൃഷിയെ സംരക്ഷിക്കുന്നത്. കാരണം ഇവിടുത്തെ വെള്ളമാണ് ഒഴുകി ഇങ്ങോട്ട്. വശത്ത് കരിങ്കല്ലൊക്കെ കീറിയെടുത്തിരിക്കുന്നത് കാണാം. ഇതുണ്ടോ, കരിങ്കല്ലൊക്കെ കീറിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മലകൾ അവർ കല്ല് മാറ്റിയിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് കൃഷിസ്ഥലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണിത്. ഈ നല്ല തടാകമൊക്കെ കണ്ട് പുട്ടപർത്തിയിലേക്കുള്ള യാത്രയിലാണ്. ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ആയതുകൊണ്ട് നമ്മുടെ യാത്ര ഇച്ചിരി താമസമാണ്. പിന്നെ കാറ്റുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മഴക്കാറ് നന്നായിട്ട് കയറി വരുന്നുണ്ട്. ഇന്നലെയും മഴയായിരുന്നു. അപ്പോൾ ഈ മഴക്കാറൊക്കെ കണ്ട് തടാകമൊക്കെ കണ്ട് യാത്ര തുടരുകയാണ്. അങ്ങ് അകലെയൊക്കെ കൃഷിസ്ഥലങ്ങളാണ്. അതെല്ലാം വെള്ളത്തിൻ്റെ ഒരു ദൗർലഭ്യത മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരെല്ലാം അത് ക്രമീകരിച്ച് കുഴൽക്കിണറുകൾ കുത്തി വെള്ളത്തിനുള്ള എല്ലാ സാധ്യതകളും നിലനിർത്തിക്കൊണ്ടാണ്. നമ്മൾ നാട്ടിൽ പാറമട ഉണ്ടാക്കുമ്പം ഇവരിവിടെ കുഴൽക്കിണർ നിർമ്മിച്ച് കൃഷിയാണ് അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ഷേത്രങ്ങളിലൊന്നും കയറാൻ സാധിച്ചില്ല. അവിടെ നല്ല തിരക്കായിരുന്നതുകൊണ്ട് നമ്മൾ കയറാൻ നിന്നില്ല. ഒന്നാമതെ കുഞ്ഞിയെ ആയിട്ട് സൈക്കിൾ അകത്തോട്ട് പ്രവേശിപ്പിക്കില്ല. പിന്നെ ഞാൻ ഒരുപാട് ദൂരം നടന്നു പോകണം. അപ്പോഴത്തെ വന്നപ്പോൾ കണ്ട ഒരു വലിയ കാഴ്ച, വലിയ മലനിരകൾ നല്ല രസമായിട്ട് നിൽക്കുന്നു. നമ്മൾ ഗണ്ടിക്കോട്ട ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം കൊണ്ട് അവിടെ എത്താമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഈ മലയുടെ എല്ലാം മുകളിൽ കറുത്ത പാറകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഒരു നിര പോലെ കിടക്കുന്നു. ഇതെങ്ങനെ കൊണ്ടുവന്നിട്ടെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ കൊണ്ടുവന്നിട്ടതാണോ അതോ മുൻപേ ഇവിടെ ഉള്ളതാണോ? കൂന കൂട്ടിയിട്ടിരിക്കുന്നു. അവിടെ മാത്രം കറുത്ത പാറകൾ, ബാക്കിയെല്ലാം താഴോട്ട് പച്ചപ്പും. പിന്നെ ആ പാറകൾ തന്നെ താഴെ വന്ന് വീണ് കിടപ്പുണ്ട്. പക്ഷേ മുകളിൽ മാത്രം കറുപ്പ് കളറിലുള്ള പാറകൾ. അതിലൊക്കെ മനുഷ്യന്മാർ കയറി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാലും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ എന്തോ ഫാക്ടറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ഈ ഹൈവേയിലൂടെ നമ്മൾ പതിയെ പുട്ടപർത്തിയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. പുട്ടപർത്തിയിൽ നമുക്ക് കുഞ്ഞിനെയായിട്ട് അകത്ത് കയറാനുള്ള അനുവാദം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി നമ്മൾ പോരുകയാണ്. അവിടുന്ന് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ശരി, ഔട്ടർ റോഡ് പിടിച്ച്, അതായത് ഹൈവേയിലൂടെ നമ്മൾ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് ഉള്ളിലൂടെയൊക്കെ കയറി വരേണ്ടി വന്നു, ഗ്രാമങ്ങളിലൂടെയൊക്കെ കയറി വരേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഒരു 14 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെമ്പിൾ കിട്ടും. അപ്പോൾ അവിടെ എവിടെയെങ്കിലും തങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പെട്രോൾ ബങ്കിലൊന്നും ഷെഡുകളില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മഴ പെയ്താൽ നമുക്കൊരു രക്ഷയില്ല. കുഞ്ഞു നനയും. കെട്ടിവെച്ചാലും ഒന്ന് ചാരി വെച്ച് കെട്ടി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കിടക്കാൻ സ്ഥലം കാണിയല്ല. നമ്മുടെ അവിടുത്തെ പോലെ വലിയ പെട്രോൾ പമ്പുകളൊന്നും അല്ലാതെ ഇതുപോലത്തെ ചെറിയ പെട്രോൾ പമ്പുകളാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരാം. അതുതന്നെയാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇന്ത്യയുടെ വിരിമാറിലൂടെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ച കഴിഞ്ഞുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. അപ്പോഴത്തെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഈ മലനിരകൾ തന്നെയാണ് കേട്ടോ ഒരു സൈഡ് മുഴുവൻ. അങ്ങ് അകലെന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതെല്ലാം മാവിൻ തോപ്പുകളാണ്. ഇവിടെയും മാവുകൾ പൂക്കാൻ കാലമായതേ ഉള്ളൂ. ചിലത്തൊക്കെ പൂത്ത് കഴിഞ്ഞു, മാങ്ങ പറിക്കാറായി. അങ്ങനെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് മാവുകൾ പൂത്ത് കായ്കളായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ മാവിൻ്റെ സീസണാണ്, തക്കാളി സീസണാണ്. തക്കാളി പിന്നെ സ്ഥിരമുണ്ട്. ഇവിടെയൊക്കെ ക്ലിയർ ചെയ്ത് അവിടെയൊക്കെ കൃഷി നടത്തുന്ന പരിപാടികളാണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ സോളാർ പ്ലാന്റ് വെച്ചിട്ടാണ് ഇവിടുത്തെ ടവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഹൈവേയിലൂടെ ഇങ്ങനെ ഗണ്ടിക്കോട്ടയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലത്തെ പാറകളാണ് ഗണ്ടിക്കോട്ടയിൽ മുഴുവനായിട്ടും ഉള്ളത്. അത് കാണുവാനായിട്ടാണ് പോകുന്നത്, ഗ്രാൻഡ് കനൈൻ. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിലോട്ടാണ് കാറ്റടിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചവിട്ടിപ്പോകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഇനി ഒരു 14 കിലോമീറ്റർ കൂടെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ടും ഒക്കെയാണ് വണ്ടികൾ കുറവാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സെക്കൻഡ് ലൈൻ പണിയുന്നുണ്ട്. ഇത് സിംഗിൾ ലൈൻ ആക്കാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ പതിയെ യാത്ര തുടരുകയാണ്. ഓക്കെ, യാത്ര തുടരാം. അപ്പോഴത്തേ നമ്മൾ ഹൈവേയിലൂടെ വരികയാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ചെൻട്രാമ്പള്ളിയിൽ നിർത്തിയതാണ്. അപ്പോഴത്തേ നമ്മുടെ ഫോളോവേഴ്സാണ് കേട്ടോ ഇതൊക്കെ. ഇവരൊക്കെ ഫോളോവേഴ്സാണ്. അപ്പോൾ അവരെന്നെ കണ്ടിട്ട് ബൈക്കുമായിട്ട് തിരിച്ചു വന്നതാണ്. പിന്നെ ഇത് ഇവിടുത്തെ കാരണവന്മാരാണ്. ഈ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് കേക്കൊക്കെ കഴിച്ചിട്ട് ഞാൻ പോവാണ്. കുഞ്ഞിനെ കുറച്ച് കഴിഞ്ഞ് ഇറക്കണം. അതുകൊണ്ടാണ്. അപ്പോഴത്തേ ഇവിടുത്തെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ. ഇവിടെ ഒരു അടിപൊളി കടയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും കിട്ടും. ചെറിയ കടയാണ്. ഹൈവേയുടെ പണിയായതുകൊണ്ട് കടകളെല്ലാം ഇതുപോലെ മുറിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു തക്കാളിത്തോട്ടമാണ് കേട്ടോ. ഇതുണ്ടോ, ടൊമാറ്റോയുടെ ഒരു തോട്ടമാണ്. നമ്മൾ മദനപ്പള്ളി തൊട്ട് ടൊമാറ്റോയുടെ തോട്ടങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ അവിടെ പൂക്കൃഷിയുമുണ്ട്. ചെറിയ തോട്ടങ്ങളും വലിയ വലിയ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. കുഞ്ഞി ഇതാണ്ടാ കുഞ്ഞി നീ. രണ്ടുപേരും വന്നിട്ടുണ്ട്. ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട്. കുഞ്ഞിനെ കാണാൻ വന്നതാണ്. പക്ഷേ അവർ സൈലൻ്റ് ആയതുകൊണ്ട് കുഞ്ഞ് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. ആ പുറകിലൊക്കെ വലിയ വലിയ തോട്ടങ്ങളാണ് കേട്ടോ. അങ്ങറ്റത്ത് തേക്കൊക്കെ നിൽക്കുന്നതാണ്. തേക്ക് ഇവിടെ കുറച്ച് ഭാഗത്തേ ഉള്ളൂ തേക്ക് ഞാൻ കണ്ടുള്ളൂ. ആദ്യമായിട്ട് തേക്ക് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റേഷനുകളാണ് ഇതൊക്കെ. പിന്നെ മാന്തോപ്പുകളൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കൂടെ പോയാൽ ഇന്ന് കിടക്കാനുള്ള സ്ഥലം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ഒരു അമ്പലമുണ്ട്, ഒരു ടെമ്പിൾ അവിടെയുണ്ട്. മുൻപിലൊക്കെ വലിയ മലനിരകൾ, പാറക്കെട്ടുകളൊക്കെയാണ് കാണുന്നത്. ഇത് കണ്ടോ, നല്ല രസമാണ് കാണാൻ. അതുകൊണ്ട് നമ്മുടെ ഈ യാത്ര വളരെ സുഖകരമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇന്നലെ ഈ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് നമ്മൾ കിടന്നത്. മനോഹരമായ രാത്രയൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ്, ഹനുമാൻ ക്ഷേത്രമാണ്. അപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ പൂജാരിയും ഇതിൻ്റെ ഓണറുമാണെന്ന് തോന്നുന്നു. അദ്ദേഹം നമ്മളോട് സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ ഈ മനോഹരമായ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. അവിടെ ഒരു ഷെഡുണ്ട്, അതിൻ്റെ അകത്ത് കിടന്നുറങ്ങാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ ബാത്റൂം ഫെസിലിറ്റിയും വെള്ളത്തിൻ്റെ ഫെസിലിറ്റി എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒരു അബദ്ധം പറ്റി. 1-2 ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. വെള്ളം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ എനിക്ക് അലക്കിയിടാമായിരുന്നു. പക്ഷേ പറ്റിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങ് മലയുടെ അവിടെയൊക്കെ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ലേറ്റായിട്ടാണ് ഇന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 9 മണിയായി. അപ്പോൾ നല്ലൊരു ആൽമരം, ഇത്രയും മനോഹരമായ ഒരു ആൽമരം ഇവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അത് ഹൈവേ ആണ് കേട്ടോ. ആ ഹൈവേയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗണ്ടിക്കോട്ടയിലേക്കാണ് നമ്മുടെ യാത്ര, ഗ്രാൻഡ് കനൈൻ കാണാൻ വേണ്ടി. അപ്പോൾ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നിന്നും നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇന്നലെ ഈ ഷെഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്. ഇവിടെയാണ് നമ്മുടെ ഭാവിരിച്ച് കിടന്നുറങ്ങിയത്. കുഞ്ഞി ഒക്കെ നമ്മുടെ സൈക്കിളൊക്കെ റെഡിയാണ്. കുഞ്ഞ് പോകാൻ തയ്യാറാണ്. അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവൾ തട്ടിമറിച്ചിട്ടിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അല്ല കുഞ്ഞി, നമ്മൾ പോവല്ലേ? ആണോ, നമ്മൾ പോവല്ലേ? അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. എല്ലാം ചാർജ് ചെയ്ത് ബാഗിൻ്റെ അകത്ത് കയറ്റി. ഇനിയിപ്പോൾ പതിയെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, ഷൂ ഒക്കെ ഇട്ട്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ആദ്യത്തെ കാഴ്ചകളാണ്. വളരെ മനോഹരമായൊരു ഓറഞ്ച് തോട്ടമാണ്, മൊസാമ്പിത്തോട്ടം. വളരെ വലിയൊരു മൊസാമ്പിത്തോട്ടം, വളരെ മനോഹരമായ മൊസാമ്പിത്തോട്ടം. അതോടൊപ്പം തന്നെ ഈ സൈഡിൽ വലിയൊരു കനാലിൻ്റെ പണി നടക്കുക കേട്ടോ. ഈ മലനിരകളുടെ ഇടയിലൂടെ ചുറ്റിപ്പോകുന്ന ഒരു വലിയ കനാലിൻ്റെ പണി നടക്കുന്നു. അത് ഭയങ്കര വലുതാണ്. കാരണം നമ്മുടെയൊക്കെ ഒരു പുഴയുടെ വലിപ്പമുള്ള ഒരു കനാലാണ് ഇതിൽ കടന്നു പോകുന്നത്. അപ്പോൾ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് ആന്ധ്ര ഗവൺമെൻറ് ചെയ്യുന്ന വലിയ വലിയ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാറയൊക്കെ പൊട്ടിച്ച് മാറ്റി ഒരു 20 സെൻറ്റിമീറ്റർ കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്, 2 സൈഡും ഭിത്തി. അതെല്ലാ കനാലുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലെ 10 സെൻറ്റിമീറ്ററിന് സിമെൻറ്റ് വാരി തൂക്കുന്ന പരിപാടിയൊന്നുമില്ല. ചെയ്യുവാണെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യത്തുള്ളൂ. ഇത് കണ്ടു. അതുപോലെ തന്നെ അങ്ങ് അകലെ കാറ്റാടിപ്പാടങ്ങൾ കാണും. ആദ്യമായിട്ടാണ് ഞാൻ ആന്ധ്രയിൽ കയറിയിട്ട് കാറ്റാടിപ്പാടം കാണുന്നത്. അങ്ങ് അകലെ
എനിക്ക് തോന്നുന്നത് അതിൻ്റെ താഴെ വല്ലതും ആയിരിക്കും കറണ്ട് എത്താൻ പറ്റാത്ത ഒരു ഗ്രാമമുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന കാറ്റാടിപ്പാടമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ആ കനാൽ. സൈക്കിൾ അങ്ങ് അറ്റത്താണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോവാം. കാരണം കാറ്റ് നന്നായിട്ടുണ്ട്, സൈക്കിൾ മറിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങ് ആ അകലഭാഗത്തെല്ലാം നിലക്കടല കൃഷിയാണ്. കണ്ടോ, ആ പച്ചക്കളറിൽ കാണുന്നത് മുഴുവൻ നിലക്കടല കൃഷിയാണ്. അതേ സമയത്ത് കനാലിൻ്റെ പണികൾ നടക്കുകയാണ്, ടിപ്പറുകൾ പോകുന്ന കാണാം. അതുകൊണ്ടോ എത്ര കട്ടിയിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി. എന്നിട്ട് അതിന് സെൻട്രൽ സപ്പോർട്ട് ബീം പോലെ ഉള്ളിലോട്ട് ഇറക്കിയിട്ട് സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഓരോ 20 അടിക്കും. ഭയങ്കരം തന്നെ. നോക്കിയാൽ നമ്മുടെ ഇവിടുത്തെ ഒരു 6-ൻ്റെ വീതിയുണ്ട്. ഒരു കനാലാണ്, ഇവിടുത്തെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു കനാല്. അതാണ് കർഷകരെ രക്ഷപ്പെടുത്തിയ ലോകം രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് അവിടെ ഇത് നിലക്കടല കൃഷിയൊക്കെ മെച്ചപ്പെട്ട് വരുന്നത് കാണാം. ഇത് കണ്ടോ, അവിടെ ഇറിഗേഷൻ നടക്കുന്നു. ഇവിടെ ഓറഞ്ച് തോട്ടം, തക്കാളി, പിന്നെ അവരുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ, തക്കാളിത്തോട്ടമൊക്കെ ഉണ്ട്. ഓറഞ്ച് തക്കാളിയൊക്കെയാണ് വിൽക്കുന്നത്. ഓറഞ്ചല്ല, മുസാമ്പിയാണ്. ഓറഞ്ചല്ല, മുസാമ്പിയാണ്. നിറയെ കായ്ച്ച് നിൽക്കുന്ന മുസാമ്പി കാണാം നമുക്ക്. ഇത് കണ്ട, മുസാമ്പി കായ്ച്ച് കിടക്കുന്നതുണ്ട. നമുക്ക് തോട്ടത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ അവർ സമ്മതിച്ചില്ലല്ലോ, വഴക്ക് പറഞ്ഞാലോ. അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത്. നിറയെ കായ്ച്ച് കിടക്കുകയാണ്. ആ സെൻറ്ററിലൊക്കെ നന്നായിട്ട് കായ്ച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏലത്തിൻ്റെ ഇടയിലും കാപ്പിക്കിടയിലും ഒക്കെ ഈ മൊസാമ്പിയൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് ഇത് കൃഷിഭൂമിയൊക്കെ കൂടുതൽ പ്രാപ്തമാക്കാൻ പറ്റും.